പേശിവേദനയുണ്ടാകുമ്പോൾ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ വേദന പോക്കാൻ തൈലമോ കുഴമ്പോ ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ചിലർ പെയിൻ ബാമുകളും പെയിൻ കില്ലറായിട്ടുള്ള ഗുളികകളും ഉപയോഗിക്കുന്നു. എന്നാൽ ഇന്ന് ആ വിഭാഗത്തിൽ ഏറെ ജനപ്രിയമായി കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് സ്പ്രേകൾ. സ്പോർട്സ് മെഡിസിൻ മേഖലയിലാണ് ഇവ കൂടുതലായി ഉപയോഗിച്ചു വന്നിരുന്നത്. എന്നാൽ ഇന്ന് അവ സർവ്വസാധാരണമായി ഉപയോഗിച്ചു വരുന്നു. ശരീരവേദന മാറാൻ സ്പ്രേ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ പരാമർശിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കൂ. വേദന സംഹാരികളാണ് സ്പ്രേകളായി ഉപയോഗിക്കുന്നത്. മിക്ക സ്പ്രേകളും ആൽക്കഹോൾ അടങ്ങിയവയാണ്. ത്വക്കിലേക്ക് തുളഞ്ഞു കയറാൻ ശക്തിയുള്ളവയാണ് ഇത്തരം സ്പ്രേകൾ. അതുകൊണ്ട് തന്നെ 7 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ ദേഹത്ത് വേദന ഉണ്ടാകുമ്പോൾ കഴിവതും സ്പ്രേകൾ അടിക്കാതിരിക്കുക. കുട്ടികളുടെ ചർമ്മം വളരെ മൃദുലവും ലോലവും ആയതുകൊണ്ട് അവ ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുക. പൊള്ളലുണ്ടാകാനും ചൊറിഞ്ഞു തടിക്കാനും സാധ്യതയുണ്ട്. ഭാവിയിൽ ഗുരുതരമായ ചർമ്മരോഗങ്ങൾക്കും ഇത് കാരണമാകാം. വീര്യമുള്ള ഇത്തരം സ്പ്രേകൾ ത്വക്കിൻ്റെ ഉപരിതലത്തിലുള്ള വേദനകൾക്കാണ് ഏറ്റവും അനുയോജ്യം. മുതിർന്നവർ ഇവ ഉപയോഗിക്കുമ്പോഴും ഉളുക്ക്, മസിൽ പിടുത്തം തുടങ്ങിയ താൽക്കാലികമായ വേദനകൾക്ക് മാത്രം ഉപയോഗിക്കുന്നതാണ് ഉചിതം. വേദന സംഹാരികളായ സ്പ്രേകൾ ഉപയോഗിച്ച ശേഷം കൈകൾ വൃത്തിയായി കഴുകണം. മരുന്ന് സ്പ്രേ ചെയ്ത ശേഷം തേച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കരുത്. ഇതും പൊള്ളലിനും ആ ഭാഗത്തെ ചർമ്മം കറുക്കുന്നതിനും ഇടയാക്കും. മരുന്ന് സ്പ്രേ ചെയ്ത ശരീരഭാഗത്ത് തുണിയോ ബാൻഡേജോ ഉപയോഗിച്ച് ചുറ്റിക്കെട്ടുന്നതും ശരിയായ രീതിയല്ല. ആ ഭാഗം തുറന്നു തന്നെ ഇരിക്കുന്നതാണ് ഉചിതം. വായ്, കണ്ണ്, മൂക്ക് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും അകലത്തിൽ പിടിച്ച് വേണം സ്പ്രേ ഉപയോഗിക്കാൻ. ലോലമായ ചർമ്മഭാഗങ്ങൾ ഉള്ള കൈവെള്ള, കൺപോളകൾ, ഗുഹ്യഭാഗം എന്നിവിടങ്ങളിൽ ഇവ ഉപയോഗിക്കരുത്. കണ്ണിലോ മറ്റോ സ്പ്രേയുടെ അംശം വീണാൽ ഉടൻ തന്നെ നല്ല തണുത്ത വെള്ളത്തിൽ ആ ഭാഗം നന്നായി കഴുകണം. ചർമ്മത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അലർജി ഉള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും സ്പ്രേ ഉപയോഗിക്കരുത്. ഇതും ചർമ്മം പൊള്ളാനും ചൊറിച്ചിലുണ്ടാക്കാനും ഇടയാക്കും. അലർജി ഇല്ലാത്തവരും സ്പ്രേ ഉപയോഗിക്കുമ്പോൾ അലർജിയോ അതുപോലെയുള്ള മറ്റു ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെട്ടേക്കാം. അങ്ങനെയുള്ളവർ തുടർന്നും സ്പ്രേ ഉപയോഗിക്കാതിരിക്കുക. ശരീരത്തിൽ മുറിവുകളുണ്ടെങ്കിൽ അതിനു മുകളിൽ സ്പ്രേ ഉപയോഗിക്കരുത്. പെട്ടെന്ന് ഫലം തരുന്നവയാണ് വേദന സംഹാരികളായിട്ടുള്ള സ്പ്രേകൾ. ഒരു ദിവസം 1-2 തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ വേദന ശമിക്കുകയാണ് പതിവ്. തുടർന്നും വേദന നിലനിൽക്കുന്നുണ്ടെങ്കിൽ വൈദ്യസഹായം തേടുന്നതാണ് ഉചിതം.